പ്രിയമുള്ളവരെ, ഏവർക്കും സ്നേഹാഭിനന്ദനങ്ങൾ. ഈ കഴിഞ്ഞ 2 ആഴ്ച കാലയളവിനുള്ളിൽ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ 2 പ്രധാനപ്പെട്ട മത്സരമേളകൾ നടത്തപ്പെടുകയുണ്ടായി. അതിലൊന്ന് കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ വെച്ച് നടന്ന സംസ്ഥാനതല ബഡ്സ് കായികമേളയായിരുന്നു. മറ്റൊന്ന് കുറ്റ്യാട്ടൂരിൽ വെച്ച് നടന്ന ജില്ലാതല ബഡ്സ് സ്കൂൾ കൂട്ടുകാരുടെ കലാമേളയായിരുന്നു. ഈ 2 മേളകളും എത്രത്തോളം പൊതുസമൂഹത്തിലെത്തപ്പെട്ടു, പൊതുസമൂഹം എത്രത്തോളം അതിനെ സ്വീകരിച്ചു എന്നുള്ളത് ചിലപ്പോൾ ഒരു ചോദ്യചിഹ്നമായിരിക്കാം. എന്നിരുന്നാലും വർഷങ്ങളായിട്ട് ബഡ്സ് സ്കൂളിലെ കൂട്ടുകാരുടെ വിവിധ അഭിരുചികളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കുടുംബശ്രീ സംഘടനാ സംവിധാനത്തെ നമുക്ക് ഏറെ പ്രശംസിക്കേണ്ടിയിരിക്കും. അതോടൊപ്പം തന്നെ വല്ലാത്ത രീതിയിൽ പരിമിതി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരെ ഒരു സമൂഹത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയെടുക്കാൻ, അവരെ ഉള്ളിലുള്ള എല്ലാ ശേഷിയെയും വർദ്ധിപ്പിച്ച് നല്ല തലത്തിലേക്ക് എത്തിപ്പെടാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ബഡ്സ് സ്കൂളിലെ ടീച്ചർമാരെയും ആയമാരെയും അതോടൊപ്പം രക്ഷിതാക്കളെയും മറ്റു വേണ്ടപ്പെട്ടവരെയും നമുക്ക് അഭിനന്ദിക്കുക തന്നെ വേണം. മത്സരങ്ങളിലൊക്കെ കൂട്ടുകാർ മത്സരിക്കുമ്പം യഥാർത്ഥത്തിൽ മനസ്സും ശരീരവും കൊണ്ട് അതിൻ്റെ ടീച്ചർമാർ, അവരെ കൊണ്ടുവന്ന ടീച്ചർമാരും മത്സരിക്കുകയായിരുന്നു. ഓരോ മത്സരങ്ങളിലും കുട്ടി വിജയിച്ചാലും തോറ്റുപോയാലും അവരെ ചേർത്ത് പിടിച്ച്, ഓരോ കൂട്ടുകാരും തോറ്റുപോയാലും ജയിച്ചു പോയാലും അവരെ ചേർത്ത് പിടിച്ച് സന്തോഷവും സങ്കടവും പങ്കിടുന്നത് കണ്ടാൽ നമുക്കൊക്കെ അതൊരു വല്ലാത്ത നിർവൃതി അനുഭവപ്പെടുകയാണ്. ഏതായാലും ഈ 2 മേളകളിലും ഏതാണ്ട് പൂർണ്ണമായും ഉണ്ടായപ്പെട്ട ഒരാൾ എന്നുള്ള നിലക്ക് ഞങ്ങളും ഈ പരിപാടി കാണുമ്പോൾ വളരെയേറെ സംതൃപ്തരായിരുന്നു. പ്രത്യേകിച്ച് കുടുംബശ്രീ സംഘടനാ സംവിധാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ബാലസഭയുടെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലക്ക് വളരെയേറെ സംതൃപ്തിയാണ് ഈ 2 പരിപാടികളിൽ നിന്നും നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇത്തരം പ്രവർത്തനങ്ങളെ പൊതുസമൂഹം തന്നെ ഏറ്റെടുത്ത് അവരുടെ ശാരീരിക മാനസികാവസ്ഥയെ ഉന്നമനത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ സർഗപരമായ കഴിവുകളെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, കായികപരമായ കഴിവുകളെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പൊതുസമൂഹവും നല്ലൊരു ഇടപെടൽ നടത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എളിയ ഒരഭിപ്രായം ഇവിടെ രേഖപ്പെടുത്താനുള്ളത്. ഏതായാലും ഈ 2 മത്സരമേളകളുടെയും അല്പാൽപ്പം ഭാഗങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഷെയർ ചെയ്യുകയാണ്. എല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ പ്രോത്സാഹിപ്പിക്കണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. சாலையில் என் கால்கள், பயணத்தில் என் கண்கள், சின்ன தடம் வைத்து வா இன்னும் கொஞ்சம் போவோம். சாலையில் என் கால்கள், பயணத்தில் என் கண்கள், சின்ன தடம் வைத்து வா இன்னும் கொஞ்சம் போவோம். முடியாதது ஒன்றுமே இல்லையே, படியாக்கலாம் தடைகளின் கல்லே, போராடலாம் ஒரு வெப்பம் போதும். சாலையில் என் கால்கள், பயணத்தில் என் கண்கள்,
சின்ன தடம் வைத்து வா இன்னும் கொஞ்சம் போவோம். சாலையில் என் கால்கள், பயணத்தில் என் கண்கள். சின்ன தடம் வைத்து வா இன்னும் கொஞ்சம் போவோம். முடியாதது ஒன்றுமே இல்லையே, படியாக்கலாம்